കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ VIP ഗാലറിയിൽ നിന്ന് വീണു പരിക്കേറ്റ ഉമാ തോമസിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. അപകടനില തരണം ചെയ്തിട്ടില്ലെങ്കിലും ഉമാ തോമസിനെ ICUവിലേക്ക് മാറ്റി. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക മെഡിക്കൽ ബോർഡിന്റെ നിരീക്ഷണത്തിലാണ് നിലവിൽ ഉമാ തോമസ്. അതേസമയം അപകടത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കൊച്ചി ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിലെ VIP പവലിയനിൽ നിന്നാണ് ഉമാ തോമസ് MLA താഴേക്ക് വീണത്. ഇന്നലെ വൈകിട്ട് 6:30 അപകടം. തലച്ചോറിനും കഴുത്തിന്റെ ഭാഗത്തെ എല്ലുകൾക്കും ശ്വാസകോശത്തിനും പരിക്കേറ്റ ഉമാ തോമസ് കൊച്ചി റിനെ മെഡിസിറ്റിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഉമാ തോമസിന്റെ ആരോഗ്യനില ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘവും പരിശോധിച്ചു. വീഴ്ചയുടെ ആഘാതത്തിൽ മുഖത്തും വാരിയെല്ലുകൾക്കുമേറ്റ ഒടിവാണ് ശ്വാസകോശത്തിലെ രക്തസ്രാവത്തിന് കാരണം. ഉമാ തോമസ് MLAക്ക് ഇപ്പോൾ ഇതിൽ വെച്ച് തന്നെ ഉയർന്ന 15 മീറ്ററിനേക്കാൾ ഉയർന്ന സ്ഥലത്ത് നിന്ന് വീണതാണെന്നുള്ളത് കൊണ്ട് ശരീരത്തിൻ്റെ എല്ലാ പോയിന്റിലും ഇപ്പോൾ വേദന അങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒടിവുകളോ ചതവുകളോ ചെറിയ കേന്ദ്രങ്ങളിലെ പ്രശ്നങ്ങളോ ഉണ്ടോ എന്നറിയാൻ വേണ്ടി സ്കാനിങ്ങും എക്സ്റേ സംവിധാനങ്ങളും നിലവിലുള്ള രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടുകൾ അവർ പരിശോധിച്ചു. വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ഇപ്പോൾ പൂർണ്ണമായിട്ടും അവരുടെ എക്സാമിനേഷൻ ഒന്നുകൂടി നടന്നു വരികയാണ്. എന്തായാലും വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. വെന്റിലേറ്ററിൽ തന്നെ തുടരേണ്ടി വരും. ഡോക്ടർമാരുടെ നല്ല നിരീക്ഷണവും ഇടപെടലും ഉണ്ടാകും. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. രാവിലെ 10:30 വിശദമായ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവരും. സ്റ്റേഡിയത്തിലെ സുരക്ഷാ വീഴ്ചയിൽ വിശദമായ അന്വേഷണം ഉറപ്പാക്കണമെന്ന് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത പരിപാടിക്ക് പോലീസ് അനുമതി നൽകിയ സാഹചര്യം പരിശോധിക്കണമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. ന്യൂസ് മലയാളം, കൊച്ചി.